അപ്പോൾ നമ്മൾ അഹമ്മദ്നഗറിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ മുമ്പിൽ കാണുന്നതാണ് നമ്മളെ ഓഫീസ്, നമ്മൾ സാധാരണ വരുന്ന ഓഫീസ്. അപ്പോൾ അവിടെ അണ്ണന്മാരുടെ ഓഫീസുണ്ട് കേട്ടോ. അതാണ് വണ്ടികളൊക്കെ. നമ്മൾ ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ ഞാനിത് അവിടെ അടുത്തൊരു ധാബുണ്ട്, അവിടെ നിന്ന് 2 ഉറുമാൽ റൊട്ടി പാർസൽ വാങ്ങാണ്ടി വന്നതാണ്. ഇവിടെ ഒരു ധാബുണ്ട്, ഇതിനുള്ളിൽ ഒരു ധാബുണ്ട്. നിറച്ച് വണ്ടിയുണ്ട്, TN വണ്ടികൾ. നമ്മുടെ വണ്ടി റോഡിൻ്റെ ആ സൈഡിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ യാത്ര തുടരാന്ന് കരുതി ഞാൻ നിർത്തിയതാണ്. നല്ല വെയിൽ, നല്ല കാറ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ധാബിയിൽ നിന്നാണ് നമ്മൾ റൊട്ടി വാങ്ങിയത്. അപ്പോൾ റോഡ് വേഗം ക്രോസ് ചെയ്താൽ ചെടിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പാറി വരും, കാണൂല. അവിടെയാണ് നമ്മളെ വണ്ടി നിർത്തിയിട്ടുള്ളത്. നമുക്ക് പാർട്ടി 2 മണിയാകുമ്പോൾ ലൊക്കേഷൻ വിട്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം 2 മണി ആയി തുടങ്ങി. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ലൊക്കേഷൻ കിട്ടുന്ന കരുതണു. അപ്പോൾ ഞാൻ നമ്മളെ ഓഫീസിൻ്റെ പാർക്കിംഗ് വന്നതാണ്. ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ എഴുതിയിട്ട്. അപ്പോൾ നമ്മൾ ചങ്ങായി ഉണ്ട്, കരക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഓനും നാസിക്കലും ഇവിടെ എത്തിയാണ് വന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് കരുതുന്നുണ്ട്. മഴ പെയ്താൽ അരപ്പായി. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ വണ്ടി നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ കയറിയതാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ സാധാരണ പോണ ബൈക്കല്ല പ്രാവശ്യം പോകുന്നത്. സാധാരണ ഷിർഡി ബൈക്കാണ് പോയാലും അവിടെ റോഡ് പണിയായിട്ട് അടച്ചിട്ടുണ്ട്. അന്ന് കാലം തുറക്കാമെന്നാണ്. അപ്പോൾ ഒരെണ്ണ അടിക്കട്ടെ. എണ്ണടിച്ചിട്ട് അങ്ങനെ യാത്ര തുടങ്ങണം. വഴി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയെന്ന് അറിയില്ല. തപ്പി പിടിച്ച് പോകണം, അന്വേഷിച്ച് പിടിച്ച് പോകണം. എവിടെയെങ്കിലൊക്കെ വല്ല ടൗണിലൊക്കെ നോ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടാകും. പമ്പിൻ്റെ പരസ്യമൊക്കെ ആയിട്ട് എന്താ അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. ഐ ലവ് BPCL വേറെ കമ്പനി നിയന്ത്രിത പമ്പ് ഒക്കെ എല്ലായിടത്തും എഴുത്തുണ്ട്. കമ്പനി നിയന്ത്രിത, കമ്പനീൻ്റെ റേറ്റ് മാറ്റം എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ഉള്ളത് തന്നെ ആയിക്കും. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് നാസിക്ക്. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ധാബിയിൽ സൈഡാക്കിയതാണ്. നമ്മൾ ആ കൂടെയുള്ള കമ്പനി വണ്ടി ഇവിടെ ഉണ്ട്. ഉള്ളിൽ പോയില്ല, ഇവിടുന്ന് കഴിക്കുകയാണ്. നമുക്ക് പിന്നെ ബീഫുണ്ട്, റൊട്ടി കിട്ടിയാൽ മതി. സ്വീറ്റൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പറഞ്ഞോ പറ. പ്രായ വയസ്സന്മാരെന്ന് പറയില്ല, ചെറുപ്പക്കാർക്കുള്ളതാണ്. അപ്പോൾ ഓല് കഴിച്ചു വരട്ടെ, നമുക്ക് കഴിക്കാം. 10:30 മണിയായി. അപ്പോൾ നമ്മൾ നാസിക്കിലെത്തിയിട്ടുണ്ട്. രാത്രി 1 മണി 1:30 നമ്മൾ നാസിക്കിലെത്തിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ സൈഡാക്കി ഇട്ടതായിരുന്നു. തൂക്കണം എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ സാധാരണ പ്ലൈവുഡ് വരുമ്പോൾ തൂക്കലൊന്നുമില്ല. പൂനെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തൂക്കമില്ല. അതൊരു തൂക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൂക്കാൻ വേണ്ടി ബ്രിഡ്ജിൽ കയറ്റിയതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് തൂക്കി പോരേണ്ടതല്ല, അപ്പോൾ തൂക്കാൻ വേണ്ടി കയറ്റിയതാണ്. മഹാരാഷ്ട്ര വജൻ കാട്ട. നമ്മൾ തൂക്കട്ടെ. തൂക്കിയിട്ട് ഷോപ്പ് കുറച്ച് അപ്പുറത്താണ്. ഒരു 200-300 മീറ്റർ പോയാൽ മതി. $36,600. അപ്പോൾ തൂക്കിക്കാണ് ഇങ്ങനെ ഇവിടെ ഷോപ്പിൽ എത്തിക്കുന്നത്. ഇതാണ് ഷോപ്പ്, MM പ്ലൈവുഡ്. അവിടെ ഷോപ്പ് അതാണ്. അവിടെ ഗോഡൗൺ ഇവിടെ ഉണ്ട്.
വേസ്റ്റിട്ട് വെച്ചിക്കണം. ഇത് വേറെയാണ് കേട്ടോ. ഇത് ഫേമസ് സ്റ്റീൽ കോർപ്പറേഷൻ. ഇതിൻ്റെ ഗോഡൗൺ എൻ്റെ ഇതിൻ്റെ ബാക്കിലാണ്. പിന്നെ പായൊക്കെ വെച്ച് കൊടുക്കട്ടെ. പിന്നെ മഴക്കാലമാണ്. നമ്മൾ നാട്ടിലൊക്കെ മഴക്കാലം ദിവസം സൈഡ് മഴ ചളിപ്പില്ല. മഴ കിട്ടും കൊല്ലം അഴിക്കുക. ആ ഒരു ഉള്ളിലത്തെ വലിയ പായ അവിടെ നിൽക്കുക. നീലപ്പായ മാത്രം കഴിച്ചേക്കാം. കാലാവസ്ഥ ശരിയല്ല. അപ്പോൾ പായൊക്കെ ഒരു വിധം ഇങ്ങനെ ചെറിയ തോതിൽ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ പായ നമ്മൾ മടക്കിയില്ല. മേലോണ്ട പായ മാത്രമേ മടക്കി വെച്ചിട്ട് ഈ ഷോപ്പുകളൊക്കെ തുറന്നിപ്പോൾ സമയം ഒരുപാടായിട്ട് 11 മണിയായി. സ്റ്റീലിൻ്റെ വർക്കായിരുന്നു. അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ആ ബാക്കിൽ അട്ടിങ്ങനെ മാത്രം കാണുന്ന കോലത്തിൽ നമ്മൾ പായ കഴിച്ചിട്ടുള്ളൂ. മഴ പെട്ടെന്ന് പെയ്യുന്നാൽ ബുദ്ധിമുട്ടാവും. ഭയമാർ നോക്കിക്കല്ലേ, വേഗം നോക്കി. മഴ വരുവോളം കാത്തുക്കല്ലേ നിങ്ങൾ. വണ്ടി എത്തോളം അർജൻറ്റ്. വണ്ടി എത്തിക്കഴിഞ്ഞാൽ ആർക്കും അർജൻറ്റ്. ഇതാണ്ടല്ലേ ഇരുമ്പ്, എന്തോ ഒരു കട്ടിയുള്ള ഇരുമ്പാണ്. പ്ലൈവുഡിലേറെ കട്ടിയുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്യുക. കറക്റ്റ് കട്ടിങ്ങാണ്. ഇതൊക്കെ ഓരോ പീസുകളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. എന്താ കറക്റ്റാണ്. ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. പക്ഷേ ഇത്രയും കനത്തിൽ അങ്ങനെ കരുതി ഞാൻ വന്നപ്പോൾ. അപ്പോഴാണ് ഇവിടെ ഒരു കട തുറന്നിങ്ങനെ കട്ട് ചെയ്യണുണ്ട് മെഷീനിന്. ഇതാണ് മെഷീന്. സ്കെയില് മാറി വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്യണം. ടെക്നോളജിയ. ഇവരെന്തൊക്കെയാ ഡോർമ കാട്ടണേ. और हाय अच्छा है ना? क्यों पूरा पहन दिया, कपड़े पहन दिया, पूरा पहन दिया, फिर क्या? അപ്പോൾ ഇന്നിവിടെ നവരാത്രി ആഘോഷം കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ആകെ അച്ചുംപുളിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ ഇന്നലെ അങ്ങനെ വന്നപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എത്തിയപ്പോൾ തൊട്ട് തന്നെ പന്തം പിടിച്ച് ഓടണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഗതി ആദ്യം മനസ്സിലായില്ല. അപ്പോൾ നവരാത്രിൻ്റെ ആഘോഷമാണ് ഇന്ന്. കാര്യമായിട്ട് ഇവിടെ ഒഴിവാണ്, ലീവാണെന്ന് മൊത്തത്തിൽ ഇവിടെ. ആദ്യം നമ്മളോട് ഇന്ന് ഒഴിവാണ്, ലോഡ് ഇറക്കാൻ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞ് സൗണ്ട് സിസ്റ്റമൊക്കെയാണ് പോണത്. അപ്പോൾ ലോഡിങ് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പുറത്തുനിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഈ പായൊക്കെ അങ്ങനെ വെക്കണമല്ലേ. നമ്മൾ ബോക്സൊക്കെ ഇട്ടിട്ട് കൊണ്ടില്ല. അപ്പോൾ മെല്ലെ നമുക്ക് സാധനം എടുത്തിട്ട് വണ്ടി ഉള്ളിക്കാക്കാം, വെച്ചുണ്ടാക്കാം. ഇതൊക്കെ പുറത്തേക്ക് എടുക്കാൻ ഇറങ്ങാം. നമ്മൾ സംഭവം പാത്രമൊക്കെ പുറത്തൊക്കെ എടുത്തേക്കണം. ഇനിയിപ്പോൾ ഇതുള്ളൊക്കെ വെച്ചാലും അങ്ങനെ ചളി മഴ എന്ന് പറഞ്ഞ് നിൽക്കണ്ടല്ലോ. നമ്മൾ ഭക്ഷണപ്പരയുടെ ഉള്ളിലൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ പായൊക്കെ മഴ ഇങ്ങനെ പെയ്യും കരുതിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോൾ അത് മടക്കി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ലോഡിൻ്റെ മേലെ നിന്നാണ് മടക്കണമല്ല, ഇനിയൊക്കെ താഴെ വലിച്ചിട്ട് മടക്കിയിട്ട് അതിന് മേലേക്കന്നെ കയറണം. അത് ചളിയൊക്കെ വലിച്ചിട്ടാലും അതിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോറ് കൂട്ടാനൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊരു സ്ഥലം ബാക്കിയില്ല. നോക്കാം, ക്യാബിനൊന്നും കൂടി വലുതാക്കാൻ പറഞ്ഞു നമുക്ക് കമ്പനിക്കാരോട്. നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ വേണമെന്ന് പറഞ്ഞു. ആ, ഇനി ക്യാബിന് വലുതാക്കിയിട്ടേ കാക്ക പുതിയ വണ്ടി ഇറക്കണുള്ളൂ. അപ്പം നമുക്ക് ചോറ്, കടലക്കറി, കാബൂൾ, കടല റോസ്റ്റ് കറിയല്ല, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ പറഞ്ഞ പേര് ഞാനത് ഇതിൽ പറയും. ബീഫ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ബീഫ് കൊണ്ടാട്ടം അതൊക്കെ തിന്നുമ്പോ അറിയാലോ.
നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഞാന് മൂക്കിന്റെയും കണ്ണിന്റെയും. നിങ്ങൾ ഭണ്ഡാരി അല്ലേ? ഭണ്ഡാരി ഭണ്ഡാര പറഞ്ഞ പുതിയ കാര്യ. ഇപ്പൊ വെളുത്തുള്ളി തൊഴിച്ചാത്തീരാണ് കുറ്റം അല്ലേ? അതീക്കോ ആ വെള്ളം മാറ്റാം. വെള്ളം വരാ വെള്ളം വെക്കാ. നിങ്ങൾ വെളുത്തുള്ളി തൊലിച്ചാതിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഞാനിത് കഷ്ടപ്പെട്ട് വെളുത്തുള്ളി തൊലിച്ചിക്കാണ്ട് തരുമ്പോൾ എന്തിനാ എങ്ങനെയാന്ന് ചോദിക്കും. ചട്ടി ഒന്നും കഴുകണ്ട. ഇതൊന്നും മുണ്ടാന്നതൊക്കെ കെട്ടിക്കാണ്ട് ഓട്ടന്തൊക്കെ തിന്നണമെങ്കിൽ ഇതാ മെഷീനതാ കത്തിക്കണ തോക്ക് വെടിക്ക്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഏകദേശം റെഡിയായി. കുറച്ച് എണ്ണ പറഞ്ഞാൽ ചോറ് ഇതാ നല്ല മട്ടേരിൻ്റെ ചോറ്. കബോൾ കടല മട്ടരിച്ചോറ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒതുക്കല്ലല്ലോ, എന്നാലും ഒന്ന് സ്വസ്ഥയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഡ്രൈവർ സീറ്റ് മാത്രമേ കാലുള്ളൂ. വൈകുന്നേരമായി. നമ്മൾ പകുതി ആയിട്ടുള്ളൂ. ബാക്കട്ടി ഫുള്ള് ഇറങ്ങി. ഇനി ബോഡിലവർക്ക് 2 അട്ടിയുണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ മെഷീൻ കട്ടിങ് കൊണ്ട് നടക്കുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കാണ്. അങ്ങനെ സെറ്റപ്പാണ് തന്നെ. അത് ഓട്ടോമാറ്റിക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് ഇങ്ങനെ പോവാണ്. ഇത്രയുള്ളൂ സംഗതി. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ അത് ആ സ്കെയിലിൽ ഇങ്ങനെ പോവാണ്. ആ സ്കെയിലിൽ ലൈനിങ്ങനെ വെച്ച് കൊടുത്താൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കെയിലിൽ അങ്ങനെ പതുക്കെ സ്ലോയിൽ ഇങ്ങനെ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പണിക്കാരന് ഭയങ്കര സ്ലോ ആണ്. ഇതിലിങ്ങനെ എടുത്ത് നമ്മളെ കൂടെ ഉണ്ടായ വണ്ടിയൊക്കെ ഉച്ചക്ക് ഇറക്കി കഴിഞ്ഞ് പോയി. പറയുമ്പോൾ 30 എണ്ണം 14 വീലായിരുന്നു. അതേപോലെ 2 നമ്മളിവിടെ ഇങ്ങനെ കൊടുത്ത് നിർത്തിയപ്പോൾ ടയറിന് ബാക്കിലെ ടയറിന് ചപ്പലിങ്ങനെ കണ്ടപ്പോൾ ഫുൾ ടയർ തട്ടായിട്ടേക്കാരെന്ന് കരുതിയിട്ട് നമ്മൾ ഇത്രയും നേരം നിന്നത്. ടയറിന് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ അതാ പണി കിട്ടിയിട്ടുണ്ട്. ഒരു ബോൾട്ട് കരിയുണ്ട്. ഇതിപ്പോൾ അടുത്തൊരു പണിയാണ്. ഇനിയിപ്പോൾ ഇനി ഇത് പാച്ച് ചെയ്യണം. ഒരു ടയർ തന്നെ ഇപ്പോൾ നമ്മൾ പൊട്ടി. ഇപ്പോൾ പുതിയ പണിയെടുക്കണം. നമുക്ക് സ്റ്റെപ്പിനില്ല. ഇപ്പോൾ ലോഡറൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ രാത്രി ആവും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടൂ വീലേഴ്സിൻ്റെ പണി എടുക്കുന്ന സ്ഥലമൊക്കെ തപ്പിപ്പിടിച്ച് അതിനുള്ളൊരു പണി എടുക്കണം. പിന്നെ റോഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ട്. എല്ലാ ബോൾട്ടും നെട്ടൊക്കെ റോട്ടിലാണ്. അപ്പോൾ ചങ്ങന്മാരെ മഴ തുടങ്ങിയിട്ടോ. നമുക്ക് സാധനം കുറച്ചും കൂടി ഇറക്കാൻ ബാക്കിയുണ്ട്. ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഒറ്റയും കൂടി ഉള്ളത്. അത് നമ്മൾ തൽക്കാലം പായിട്ട് വെച്ചിരുന്നു. മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് മരം നനഞ്ഞിട്ട് വേണം വെള്ളം കൂടെ ഉറ്റാൻ. ചെറിയൊരു ഇത് വരുന്നുള്ളൂ. പുറത്തൊക്കെ നല്ല മഴയായി. ഭയങ്കര സ്ലോ ആയിപ്പോയി ലോഡിങ്, അൺലോഡിങ്. അതാ അല്ലിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മളത് ബ്രിഡ്ജിൽ വന്നതാണ്. നമ്മൾ ലോഡ് തൂക്കിയ ബ്രിഡ്ജല്ല, ബച്ചൻ കാട്ടം. നമ്മൾ കാലി വയ്ക്ക് എത്ര ഉണ്ടെന്ന് അറിയാം. ഇത് പുറത്തത് മഴ പെയ്താൽ അതിൻ്റെ ഒരു ചെറിയ കനുണ്ടാവും. പലകായിരുന്നു വെള്ളം കുടിച്ച് കാണും.
അപ്പോൾ തൂക്കിയിട്ടാണ് നമ്മൾ ഷോപ്പിൽ വന്നതാണ്. പ്ലേ വാടക വാങ്ങട്ടെ, വാടക വാങ്ങിയാൽ നമുക്ക് നീങ്ങാം. അപ്പോൾ ലോഡ് ഇറക്കി വാടക കുറച്ച് കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു നമ്മളെ കൂട്ടുകാരൻ വണ്ടിയുടെ അടുത്തേക്ക്. അപ്പോൾ അതാണ് പാലാണ് കേട്ടോ, മേൽപ്പാലാണ്, ടൗണ് ചുറ്റി പോണ പാല. അതിമുള്ള വെള്ളപ്പൊക്കമാണ്, പാലത്തിൻ്റെ മുകളിലും വെള്ളപ്പൊക്കം. അതെ ഇവിടെ അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ ചങ്ങായിൻ്റെ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഒരു പമ്പിലാണ്. അപ്പോൾ ഒരു സാധാരണ ഇവിടെയാണ് നിർത്തലെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയൊരു ലോഡും പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് അടുത്ത ലോഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇനി നാളെ എന്തെങ്കിലും ആവുമോ നോക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.